ലക്ഷ്യമിട്ടതിന് ശേഷം ഏതാണ്ട് 2.5-3 വർഷം കഴിഞ്ഞ് ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമായ തേജസ് 1A ഇന്നലെ ആകാശത്തിലേക്ക് പറന്നുയർന്നു. ഈ മാസം ഒടുവിൽ 2 തേജസ് 1A വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കൈമാറും. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ തേജസ് എന്ന് പറയുന്ന വിമാനം 4.5 ജനറേഷൻ വിമാനമാണ്. ഇത് ഈ 5ാം തലമുറ വിമാനങ്ങൾ പാകിസ്ഥാനും വരെ സ്വന്തമാവുന്ന സാഹചര്യത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രസക്തി? ഇന്ത്യയുടെ മുഖ്യ എതിരാളി ചൈനയ്ക്ക് 5ാം തലമുറ വിമാനമുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. റഷ്യയ്ക്കുണ്ട്, അമേരിക്കയ്ക്ക് F-21 റാപ്റ്റർ, അതുപോലെ F-35 ലൈറ്റ്നിങ്, ഇതെല്ലാം 5ാം തലമുറ വിമാനങ്ങളാണ്. അപ്പോ ഈ 4.5 തലമുറ വിമാനം എന്നാണ് തേജസിനെ കുറിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തന്നെ HAL തന്നെ അവകാശപ്പെടുന്നത്. പിന്നെന്താണ് ഈ തേജസിന്റെ പ്രസക്തി എന്ന് ചോദിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷേ അതാണെങ്കിലും ശരി, തേജസിന് വലിയ പ്രസക്തിയുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. എന്താണത്? തേജസ് വിമാനം ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്താണ്? ഇപ്പോൾ മാത്രമല്ല, ഭാവിയിലും അത് മറ്റു നേട്ടങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു തുടക്കമാവുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ശരി, ഗൗരവമേറിയ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. ശരിയാണ്, 2023 തേജസ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാം എന്ന് HAL വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ 2025 ഇപ്പോ അവസാനിക്കാറായി. അപ്പോൾ ഏതാണ്ട് 3 വർഷം അല്ലെ 2.5 വർഷം എന്ന് നമുക്ക് പറയാം കൃത്യമായിട്ട് നോക്കിയാൽ. ആ 2.5 വർഷത്തിന് ശേഷം പിന്നീട് തേജസ് പുറത്തിറങ്ങുമ്പോഴേക്കും മറ്റ് പല രാജ്യങ്ങളുടെയും വിമാനങ്ങൾ അതിന് മുന്നിൽ എത്തിയില്ലേ? അങ്ങനെ അതൊരു ന്യായമായ സംശയമാണ്. പക്ഷെ അതിനുള്ള ഒരു മറുപടി, ഇന്ത്യയുടെ സ്വന്തം വിമാനമാണ്. ഈ വിമാനം വൈകാനുണ്ടായ കാരണം, ആ കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഉള്ള സാങ്കേതിക ശേഷി ഇല്ലെന്നുള്ളതാണ്. നമ്മുടെ ഈ തേജസ് 1A ഉപയോഗിച്ചിരിക്കുന്നത് അമേരിക്കൻ കമ്പനിയായ GEയുടെ F404 എഞ്ചിനാണ്. ആ കമ്പനി പറഞ്ഞ സമയത്ത് അവർ ഇന്ത്യക്ക്, അല്ലെങ്കിൽ കരാറിൽ വാഗ്ദാനം ചെയ്ത സമയത്ത് ഈ വിമാനം ഇന്ത്യക്ക് തരാൻ അവർക്ക് സാധിക്കാതിരുന്നുകൊണ്ടാണ് ഈ വിമാനം വൈകിയത് മുഖ്യമായിട്ടും. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ വിമാനം വാങ്ങിച്ചത്? അതൊരു ചോദ്യമാണ്. ഈ എഞ്ചിൻ വാങ്ങിച്ചത്, ആ ചോദ്യത്തിന് മറുപടി HAL പറയുന്നത് ഇന്ന് ലോകത്തിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട, അതായത് തേജസ് പോലൊരു വിമാനത്തിൽ ഉപയോഗിക്കാനുള്ള ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു എഞ്ചിനാണ് F404. മാത്രമല്ല, ഒരു യുദ്ധവിമാനം ഡിസൈൻ ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി തന്നെ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എഞ്ചിനുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് സിങ്ക് ചെയ്യുന്ന എഞ്ചിനായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെ സിങ്ക് ചെയ്യുന്ന മറ്റൊരു എഞ്ചിനില്ല. അതായത് F404 വേണ്ടിയിട്ടാണ് ഈ വിമാനം നേരത്തെ തന്നെ ഡിസൈൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അമേരിക്കൻ കമ്പനി എഞ്ചിൻ തരാൻ വൈകിയെങ്കിലും നമുക്കിപ്പോൾ തൽക്കാലം അവരെ അവഗണിക്കാനോ ഉപേക്ഷിച്ച് മറ്റൊരു എഞ്ചിനിലേക്ക് മാറാനോ സാധ്യമല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാരണങ്ങളാണ് HAL പറയുന്നത്. അത് ശരിയായിരിക്കാം. അത് തൽക്കാലത്തേക്ക് നമ്മൾ അത് സഹിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. കാരണം ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജപ്പാന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയെക്കാൾ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, അല്ലെ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ എല്ലാ മേഖലയിലും മുന്നിൽ നിൽക്കുന്നത് ദക്ഷിണ കൊറിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ചൈന തന്നെ ശരിയായ രീതിയിലുള്ള ഒരു ജെറ്റ് എഞ്ചിൻ ഇപ്പോഴും നിർമ്മിച്ചിട്ടില്ല. റഷ്യയുടെ ചില എഞ്ചിനുകൾ റിവേഴ്സ് എഞ്ചിനീയറിങ്, അതായത് അത് ഇളക്കിയെടുത്ത് അതിന്റെ സാങ്കേതികതയൊക്കെ ഒന്ന് മനസ്സിലാക്കി സ്വന്തമായിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതും ഇപ്പോഴാണ് തുടങ്ങി. എന്നാലും അവരുടെ പല യുദ്ധവിമാനങ്ങളും റഷ്യൻ എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ വിമാനത്തിന്റെ എഞ്ചിൻ പെട്ടെന്ന് നിർമ്മിക്കാൻ സാധ്യമല്ല. അത് കാരണം അമേരിക്കയെ ആശ്രയിക്കുന്നു.
ഇതേ ന്യായം തന്നെ സ്വന്തമായിട്ടൊരു യുദ്ധവിമാനം ഉണ്ടാക്കണം എന്നുള്ളതിനും അതിൻ്റെയും ഒരു ന്യായമാണ്. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിമാനം വാങ്ങിച്ചുകൊണ്ടേയിരുന്നാൽ നമുക്ക് ഒരു കാരണവശാലും ഒരു കാലത്തും നമുക്ക് സ്വന്തമായിട്ട് വിമാനം ഉണ്ടാക്കാൻ പറ്റില്ല, യുദ്ധവിമാനം പ്രത്യേകിച്ചും. അപ്പോൾ തേജസ് 1A എന്ന ഈ വിമാനം 4.5 തലമുറയാണെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ 5ാം തലമുറ വിമാനം അവരുടെ കയ്യിൽ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഈ വിമാനം നിർമ്മിക്കുന്നു എന്നുള്ളതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇപ്പോഴെങ്കിലും ഇത് നിർമ്മിക്കാതിരുന്നാൽ നമുക്ക് ഒരു കാലത്തും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ തേജസിന്റെ നിർമ്മാണത്തോടുകൂടി വിമാന നിർമ്മാണത്തിന് ആവശ്യമായ ഒരു ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുകയാണ്. ഇന്ന് ലോകത്തിൽ ഒരു കമ്പനിയല്ല നട്ട് തൊട്ട് ബോൾട്ട് തൊട്ട് അങ്ങ് ചിറക് തൊട്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ തൊട്ട് എല്ലാം നിർമ്മിക്കുന്നത്. അതെല്ലാം വിവിധ കമ്പനികളാണ് നിർമ്മിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ച് അസംബിൾ ചെയ്യുകയാണ് മുഖ്യ കമ്പനി ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു എക്കോസിസ്റ്റം നിലവിൽ വന്നു. ആ ഇക്കോസിസ്റ്റം തേജസ് വിമാനത്തിന്റെ നിർമ്മാണത്തോടുകൂടി ഇന്ത്യയിൽ നിലവിൽ വരും. അതാണ് ഇത് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇതൊരു വലിയ കുതിപ്പാണെന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം ഇങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റം നിലവിൽ വന്നാൽ അവർ ഓരോ കമ്പനികളും താങ്കളുടെ പ്രോഡക്റ്റുകളിൽ ഇന്നവേഷൻ, ആധുനികവൽക്കരണം കൊണ്ടുവരും. ആ ഇന്നവേഷനോട് കൂടിയിട്ട് 5ാം തലമുറയോ 6ാം തലമുറയോ വിമാനം ഇനി വേഗത്തിൽ നിർമ്മിക്കാം. ഇതുവരെയാണ് ബുദ്ധിമുട്ട്. ഒരു ആവാസ വ്യവസ്ഥ നിലവിൽ വന്നാൽ പിന്നീട് ഓരോ കമ്പനികൾക്കും സ്വന്തം പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് അതെങ്ങനെ ഇന്നോവേറ്റ് ചെയ്യണം അതൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ടാകും. ഈ വിമാനം ഇന്ന് നിലവിൽ LCA തേജസ് 1A അത് ഈ ഭാരം കുറഞ്ഞ അത്തരം ഒരു വിമാനം ഇന്ന് ലോകത്തിൽ മറ്റാർക്കുമില്ല എന്നാണ് പറയുന്നത്. ഇതിന് ഏതാണ്ട് 4.5 ടണ്ണിലധികം ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. എല്ലാ ആധുനിക സംവിധാനങ്ങളും, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, അതുപോലെ തന്നെ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ. അതായത് ഇന്ന് പൈലറ്റ് തന്റെ മുന്നിലുള്ള ദൃശ്യങ്ങൾ കാണുന്നത് ഹെൽമെറ്റിന്റെ മുന്നിലുള്ള സ്ക്രീനിലൂടെയാണ്, അല്ലാതെ സ്വന്തം കണ്ണ് വെച്ച് പുറത്തേക്ക് നോക്കിയല്ല, വിമാനത്തിന്റെ കോക്പിറ്റിലൂടെ ഗ്ലാസ്സിലൂടെ നോക്കിയിട്ടല്ല. ആ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ, അതുപോലെ എയ്സാർ റഡാർ എന്ന് പറയുന്ന അതായത് ഒരേ സമയം നിരവധി ടാർഗറ്റുകളെ കണ്ടെത്താൻ കഴിവുള്ള, ട്രേസ് ചെയ്യാനും അതുപോലെ തന്നെ അതിലേക്ക് അത് ആക്രമിക്കാനായിട്ട് മിസൈൽ അയക്കാനും ശേഷിയുള്ള റഡാർ. അതായത് അതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ. അതിനാണ് എയ്സാർ റഡാർ എന്ന് പറയുന്നത്. ആ എയ്സാർ റഡാർ, പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, അത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ. അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഡോഗ് ഫൈറ്റ് എന്നാണ് പറയുന്നത്. വിമാനങ്ങൾ തമ്മിൽ അടുത്തടുത്ത് വന്ന് പീരങ്കി ഉപയോഗിച്ച് വിമാനത്തിലെ തോക്ക് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കും. ഇന്ന് അങ്ങനെയല്ല. 100-120 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞ അകലെ വെച്ച് തന്നെ ശത്രു വിമാനത്തെ കണ്ടെത്തി അതിനെതിരെ മിസൈൽ പ്രയോഗിക്കും. അതാണ് BVR മിസൈൽ എന്ന് പറയുന്നത്. ഇവിടെ ഇന്ത്യ തന്നെ നിർമ്മിച്ച അസ്ത്ര 1, അതുപോലെ അസ്ത്ര ഇനി നിർമ്മിക്കാൻ ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്ന അല്ലെങ്കിൽ വികസനം പുരോഗമിക്കുന്ന അസ്ത്ര 2, ഈ 2 മിസൈലും ഈ തേജസിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഇസ്രായേൽ നിർമ്മിത മിസൈലായ ഡർബി, ബ്രിട്ടനിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ കരാർ ഒപ്പിട്ടിരിക്കുന്ന ആസ്ര മിസൈൽ, അങ്ങനെ പലതരം ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈല്, അതുപോലെ ദീർഘദൂരത്ത് നിന്നും പിന്നെ കരയിലേക്ക് പ്രയോഗിക്കാവുന്ന എയർ ടു ലാൻഡ് മിസൈൽ, സ്കാപ്പ് പോലുള്ള മിസൈലുകൾ, ഇനി ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന രുദ്രം മിസൈലുകൾ. അതായത് എല്ലാ ആധുനിക സംവിധാനങ്ങളും ഈ ചെറിയ വിമാനത്തിലുണ്ട്. ഇതിന്റെ 2ാം ഘട്ടമായിട്ടുള്ള LCA തേജസ് 2 ഉടൻ തന്നെ നിർമ്മാണം പൂർത്തിയാക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വിമാനം തീർത്തും ആധുനികമായ ഒരു വിമാനമാണ്. അതിന്റെ പിന്നെ എല്ലാത്തരം ആധുനിക സംവിധാനങ്ങളും കോർത്തിണക്കുന്ന ഒരു വിമാനമാണ്, തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനം. അതുകൊണ്ട് തന്നെ ഈ തേജസ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് നിർമ്മിക്കാനെടുത്ത തീരുമാനത്തിൽ ഒട്ടും തന്നെ തെറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു മെച്ചം. ഇനി വരാനിരിക്കുന്നത് നമ്മൾ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് AMCA, അതിനു മുമ്പ് തേജസിന്റെ തന്നെ കുറച്ചുകൂടെ ഭാരം കൂടിയ കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള LCA തേജസ് MK2, ഇതെല്ലാം നമ്മുടെ പിന്നെ നിർമ്മാണത്തിലെ നിർമ്മിക്കാനായിട്ട് തുടങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ
ഇന്ത്യ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമായി മാറിയാൽ അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം ലോകത്തിലെ 3ാമത്തെ വലിയ വ്യോമസേന ഇന്ത്യയുടേതാണെന്നാണ് പാശ്ചാത്യ ഏജൻസികൾ കണക്കൂട്ടി. 3ാമത്തെ മികച്ച വ്യോമസേന. നമ്മളൊക്കെ വിചാരിക്കും ചൈന ആയിരിക്കുമെന്ന്, അതായത് അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ ഇന്ത്യയാണെന്നാണ് പുതിയ നിഗമനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരുപാട് ഇപ്പൊ ഈ റോയൽ എയർഫോഴ്സ് ബ്രിട്ടന്റെ അവരുടെ പൈലറ്റുമാരെ പരിശീലിപ്പിക്കാനായിട്ട് ഇന്ത്യൻ പൈലറ്റുമാരാണ് പോകുന്നത്. ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വളർച്ചയാണ്. ശത്രുക്കള് പാകിസ്ഥാനി കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ കുറെ വിമാനങ്ങൾ തകർത്തെന്നൊക്കെ വെറും ബെഡായി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. ലോകം ഇന്ത്യയെ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും LCA തേജസ് 1 വലിയൊരു കുതിപ്പിന്റെ തുടക്കമാണ്, ആദ്യ ചൂടാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്തേ.